പേർഷ്യൻ ഭരണാധികാരിയായ നാദിർ ഷാ 1747 മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കോഹിനൂർ അതിന്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. എവിടെയും ഉറച്ചു നിൽക്കാൻ ഭാഗ്യമില്ലാത്ത രത്നമായിരുന്നു ഈ കോഹിനൂർ രത്നം. നാദിർ ഷയുടെ പിൻഗാമിയും ചെറുമകനുമായിരുന്ന മിർസ ഷാരൂഖിന്റെ കയ്യിലേക്കാണ് അത് പിന്നീട് പോയത്. ഇദ്ദേഹം മഷ്ഹദ് തലസ്ഥാനമാക്കി പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനും കിഴക്കൻ ഇറാനും അടങ്ങുന്ന ഖുറാസാന്റെ ഭരണാധികാരിയായിരുന്നു. 1751 അഫ്ഗാനികളുടെ ദുറാനി സാമ്രാജ്യ സ്ഥാപകനായ അഹമ്മദ് ഷാ അബ്ദാലി ഷാരൂഖിനെ പരാജയപ്പെടുത്തി സാമന്തനാക്കിയതോടെ കോഹിനൂർ രത്നം അഹമ്മദ് ഷായ്ക്ക് കൈമാറേണ്ടി വന്നു. 1809 അഞ്ചാമത്തെ ദുറാനി ചക്രവർത്തിയായിരുന്ന ഷാ ഷൂജ തന്റെ അർദ്ധ സഹോദരനായ മഹ്മൂദ് ഷായോട് പരാജയപ്പെട്ട് പലായനം ചെയ്യുമ്പോൾ കോഹിനൂർ രത്നം കൈവശപ്പെടുത്തിയിരുന്നു. ലാഹോറിലെ സിഖ് നേതാവ് രഞ്ജിത് സിംഗിനടുത്ത് അഭയം തേടിയ ഷാ ഷൂജ ഇവിടെ വെച്ച് 1813 തന്റെ കയ്യിലെ കോഹിനൂർ രത്നം രഞ്ജിത് സിംഗിന് കൈമാറി. 1849 ബ്രിട്ടീഷുകാർ സിഖുകാരെ തോൽപ്പിച്ചു. അതോടെ ഈ രത്നം ബ്രിട്ടീഷുകാരുടെ കൈവശമെത്തി. തുടർന്ന് ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഇത് കൈമാറുകയും ചെയ്തു. 1852 ആംസ്റ്റർഡാമിൽ വെച്ച് വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് ആൽബർട്ട് രാജകുമാരന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കോഹിനൂർ രത്നം ചെത്തി മിനുക്കിയത്. 1877 വിക്ടോറിയ ചക്രവർത്തിനിയായി ഇന്ത്യയിൽ അധികാരത്തിലേറിയതോടെ ഈ രത്നം അവരുടെ കിരീടത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. അതോടെ കോഹിനൂർ രത്നത്തിന്റെ യാത്ര അവസാനിച്ചു എന്ന് നമുക്ക് കരുതാം. 1901 വിക്ടോറിയ രാജ്ഞിയുടെ മരണശേഷം അത് അലക്സാണ്ട്ര രാജ്ഞിയുടെ കിരീടത്തിൽ സ്ഥാപിച്ചു. 1911 ഇത് മേരി രാജ്ഞിയുടെ കിരീടത്തിലേക്കും 1937 എലിസബത്ത് രാജ്ഞിയുടെ കിരീടത്തിലേക്കും കിരീടധാരണത്തിനായി ഇത് മാറ്റി. ഇന്ന് ലണ്ടൻ ടവറിലെ ജുവൽ ഹൗസിൽ ഇത് സൂക്ഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പുരുഷന്മാർ ഇത് ധരിക്കാതിരുന്നത്? അതിന്റെ പിന്നിലുമുണ്ട് ഒരു വിശ്വാസം.